മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് എതിരായ ആരോപണത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇനി പ്രതികരിച്ചേക്കില്ല. വീണയ്ക്കെതിരായ ED നീക്കത്തിൽ പ്രതികരണമാരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് ബേബി പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം കേരള കാര്യം എന്നാണ് ബേബി പറയുന്നത്. ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലെത്തിയ ബേബിയെ സ്വീകരിക്കാൻ MV ഗോവിന്ദനും പിണറായിയും എത്താത്തതിലുള്ള ഈർഷ്യ ബേബിക്കുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ബേബി പ്രതികരിക്കാതിരുന്നപ്പോൾ ഗോവിന്ദൻ പ്രതികരിച്ചത് പുതിയ നീക്കങ്ങളുടെ ഭാഗമാണ്. ചുരുക്കത്തിൽ വീണ മുഹമ്മദ് റിയാസ് CPM എന്ന പ്രസ്ഥാനത്തിനും വെടിമരുന്നിട്ടു. മകൾക്ക് പിന്നാലെ പിണറായി പ്രതിയാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് ബേബി സഖാവ് പിന്മാറിയത് എന്നാണ് വിവരങ്ങൾ. എക്സാലോജിക് കുറ്റപത്രം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. എക്സാലോജിക്കിനെ വലിച്ചിഴയ്ക്കുന്നത് എന്തിനെന്ന സൂക്ഷ്മ പരിശോധന നടത്തിയാൽ പിണറായി വിജയന്റെ പേരിലേക്ക് എത്തും. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കരാർ തുകയാണ് കൈമാറിയിട്ടുള്ളത്. സാമ്പത്തിക ഇടപാട് സുതാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയെ വലിച്ചിഴക്കിയെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കേസ് രൂപപ്പെടുത്തുവാനുള്ള ഗൂഢാലോചനയാണിത്. രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ ഉണ്ടാക്കിയതാണ് കേസ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഇതേ സാഹചര്യമായിരുന്നു. കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ ഏകപക്ഷീയമായി സർക്കാരിനും ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എതിരെയുള്ളതാണ്. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾ എങ്ങനെയാണോ ഇല്ലാതായത്, അതുപോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ആരോപണവും ആവിയായി തീരും. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തകർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് നീക്കം. ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാധിക്കും. തെറ്റായ പ്രചാരണ വേലയും കള്ളപ്രചാരണവും നേരിടുമെന്നും ഗോവിന്ദൻ പറയുന്നു. പിണറായിയെ തകർക്കുവാനുള്ള നീക്കം നടക്കുന്നു എന്ന ഗോവിന്ദന്റെ പോയിന്റ് പുതിയതാണ്. ഇതുവരെയും അദ്ദേഹം ഇത്തരമൊരു ന്യായം ഉന്നയിച്ചിട്ടില്ല. ഇതിൽ നിന്നും പിണറായിക്കെതിരായ നീക്കം വരുന്നു എന്ന സൂചനയാണ് ഗോവിന്ദൻ പറയാതെ പറയുന്നത്. ഫലത്തിൽ പിണറായിയാണ് കേസിലെ പ്രതി, മകൾ വീണ മുഹമ്മദ് റിയാസ് അല്ല. ബേബി പ്രതികരിക്കാതിരുന്നാൽ വരും ദിവസങ്ങളിൽ പിണറായിക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ അപകടമെന്നാണ് മനസ്സിലാകുന്നത്. സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മാസപ്പടി വാങ്ങിയെന്ന കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യപ്രതിയായ മകൾ വീണയ്ക്കുമുണ്ടായത് വൻ പ്രതിസന്ധിയാണ്. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയുടെ മേധാവിയായ വീണയ്ക്കെതിരെ കേസെടുത്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതാണ് ഒന്നാമത്തെ പ്രഹരം. മാസപ്പടി കേസിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതാണ് രണ്ടാമത്തെ പ്രഹരം. മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അച്ഛനെയും മകളെയും പ്രതിരോധിക്കാൻ CPM നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നതിനിടെയാണ് കോടതിയുടെയും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ശക്തമായ നടപടികൾ. പാർട്ടി കോൺഗ്രസിനെത്തിയ വീണയും അമ്മയും തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നല്ലപിള്ള ചമയാൻ ശ്രമം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. BJPയെ പാട്ടിലാക്കാൻ ചില നീക്കങ്ങൾ പിണറായി നടത്തിയെങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല. CMRL നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയതെങ്കിലും ഉത്തരവ് വീണയ്ക്കും ബാധകമാണ്. കേസിൽ അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കെ എങ്ങനെയാണ് തുടർ നടപടികൾ തടയാനാവുക എന്നാണ് ഡൽഹി ഹൈക്കോടതി ചോദിച്ചത്. കോടതികളിൽ നിന്ന് കഴിയുന്നതും പ്രതികൂല വിധി ഉണ്ടാകാതെ നോക്കുക, അല്ലെങ്കിൽ കേസ് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്ന തന്ത്രമാണ് എക്സാലോജിക്കും CMRLും പ്രയോഗിക്കുന്നത്. ഇതിനാണ് തിരിച്ചടിയേക്കുന്നത്. ഇരു കമ്പനികളും തമ്മിൽ ഗൾഫിലെ ഒരു ബാങ്കിൽ പണമിടപാടുകൾ നടന്നതായി SFIO കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇതാണ് ED അന്വേഷണത്തിന് വഴിവച്ചിരിക്കുന്നത്. ED അന്വേഷണത്തിന് പിന്നാലെ CBIയും കേസിൽ അന്വേഷണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ സംഭവിച്ചാൽ പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരികയെന്ന് പ്രവചിക്കാനാവില്ല.
ഒരു കാര്യം ഉറപ്പാണ്, പിണറായിയെ ചുറ്റിപ്പറ്റിയുള്ള പല നിഗൂഢതകൾക്കും ഇതുവഴി ചുരുളഴിയും. ഈ ആശങ്ക മുഖ്യമന്ത്രിക്കുണ്ട്. CBI അന്വേഷണത്തിന്റെ സാധ്യതകൾ BJP ഇതിനകം പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോടതി ഉത്തരവില്ലാതെ തന്നെ CBIക്ക് കേസെടുത്ത് അന്വേഷണം നടത്താം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഴിമതികളെക്കുറിച്ച് അറിയാൻ CBI എത്തുന്നതിന് പിന്നാലെ മകളെക്കുറിച്ച് അന്വേഷിക്കാൻ CBI വന്നാൽ അത് പിണറായിക്കൊരു പ്രഹരമായി മാറും. SNC 11 അഴിമതി കേസിൽ നിന്ന് താൻ രക്ഷപ്പെട്ടതുപോലെ മാസപ്പടി കേസിൽ നിന്ന് മകളെയും രക്ഷിച്ചെടുക്കാനാണ് പിണറായി വിജയൻ നോക്കുന്നത്. തനിക്കെതിരെ നടപടിക്ക് സാധ്യതയുള്ള കേന്ദ്രങ്ങളെ ഏതുവിധേനയും വില കൊടുത്താണ് ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി രക്ഷപ്പെട്ടത്. ഇത്തരം കേസുകളിൽ സമർത്ഥമായി ഇടപെടുന്നതിനാണ് സേവനത്തിൽ നിന്ന് വിരമിച്ച ചില പ്രമുഖരെ വൻതോതിൽ നികുതിപ്പണം ശമ്പളമായി നൽകി പിണറായി സ്വന്തം പ്രവൃത്തികൾക്കായി വച്ചിരിക്കുന്നത്. എന്നാൽ മകൾ പ്രതിയായ മാസപ്പടി കേസിൽ ഈ തന്ത്രം വിജയിക്കണമെന്നില്ല. എന്നു മാത്രമല്ല, മകൾക്ക് പിന്നാലെ അച്ഛനും കേസിൽ പ്രതിയാവാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ രാഷ്ട്രീയ പിൻബലത്തിലാണ് മകൾക്ക് സ്വകാര്യ കമ്പനി മാസപ്പടി നൽകിയതെന്ന് SFIO കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ സ്വകാര്യ കമ്പനിയിൽ നിന്ന് പിണറായി പണം കറ്റിയതായി കുറ്റപത്രത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ രക്തത്തിനു വേണ്ടി വാദിക്കുന്നവരാണ് മകളെ കേസിൽ കുടുക്കിയതെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. മകളുടെ കമ്പനി ചെയ്തു കൊടുത്ത സേവനത്തിനാണ് മറ്റൊരു കമ്പനി പ്രതിഫലം നൽകിയതെന്നും ഇതിന് ആദായനികുതിയും GSTയും അടച്ചിട്ടുണ്ടെന്നുമാണ് പിണറായി വാദിക്കുന്നത്. എന്ത് സേവനമാണ് മകളുടെ കമ്പനി നൽകിയതെന്ന് മുഖ്യമന്ത്രിക്ക് പറയാനാവുമോ? യാതൊരു സേവനവും നൽകിയിട്ടില്ല എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടത്തിയിട്ട് അത് മറച്ചു പിടിക്കാൻ ആദായനികുതി അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. പിടിക്കപ്പെടുമെന്ന് വരുമ്പോൾ താൻ ക്രൂശിക്കപ്പെടുകയാണെന്ന് പറയുന്നത് വലിയ കുറ്റവാളികളുടെ സ്വഭാവമാണ്. ഇതിന് നിൽക്കാതെ കളങ്കിതനായ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അത് പ്രതീക്ഷിക്കുന്നുവെന്ന് BJP പറയുന്നു. എന്നാൽ അതിനൊരു സാധ്യതയുമില്ല എന്ന് BJPക്ക് നന്നായി അറിയാം. വീണയ്ക്ക് ആരെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ പ്രീതി സമ്പാദിക്കാനാണ്. വീണയ്ക്ക് CMRL ശമ്പളം നൽകിയിരുന്നതായി വാർത്തയുണ്ട്. അതെന്തു തന്നെയായാലും അഴിമതി നടന്നു എന്ന് വ്യക്തമാണ്. വീണയാകട്ടെ നടന്നതെന്താണെന്ന് പറയുന്നുമില്ല. കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. CMRL എക്സാലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയും ഒരുപോലെ വെട്ടിലാക്കി. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. പിണറായി വിജയൻ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും സംഭവമെല്ലാം സത്യമാണെന്ന് കോടതി ഉത്തരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അമിത്ഷായുമായി യാതൊരു നീക്കും പോക്കും പിണറായിക്കില്ല. അതാണ് അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി. പ്രധാനമന്ത്രിക്ക് പോലും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. പ്രധാനമന്ത്രിയുമായി ചില ഇടപെടലുകൾ നടത്താൻ പിണറായി വിജയൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല.